ഒരാൾ കല്യാണം കഴിച്ചാൽ ആ കല്യാണത്തിന്റെ പേരിൽ സന്തോഷിച്ചു, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു, ആ പെണ്ണുമായിട്ട് ചേർന്നു, വീട് കൂടി, സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സന്തോഷം പ്രകടിപ്പിക്ക്, കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചവർക്ക് ആഹാരം കൊടുക്കും. ആടറത്ത് കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്, എന്നതേമാതിരി കോഴി കൊടുക്കാനൊന്നുമല്ല, കോഴിയും പോത്തും കാളയൊന്നുമല്ല കൊടുക്കാൻ പറഞ്ഞ. അവലി വലവുബി സാത്തിൻ, ആടറത്ത് വലീമ കൊടുക്കണമെന്ന കല്യാണം. ഇപ്പൊ പിന്നെ കൊടുക്കുന്ന പരിപാടി ഇല്ലല്ലോ അല്ലേ? പെണ്ണിന്റെ വീട്ടിലേക്ക് എല്ലാരെയും കൊണ്ട് കാടി പള്ളിക്കുരുടെ കാശും മേടിച്ചുകൊണ്ട് വന്ന്, പെണ്ണിന്റെ അടുത്ത് കാശും മേടിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ട് തട്ടിയിട്ട് കൊടുക്കുകയല്ലേ ഉള്ളൂ, തിന്ന് മുടിക്കാൻ പറഞ്ഞു. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ അത്ത കഷ്ടപ്പെട്ട് പണയം വെച്ച് തെണ്ടി നടന്നുണ്ടാക്കിയ കാശ് മേടിച്ചുകൊണ്ട് വന്ന്, പുതിയാപ്പിള എന്ത് അന്തസ്സായിട്ട് ആ കാറും വിളിച്ച്, പൂവെല്ലാം ഒട്ടിച്ച്, പേരെല്ലാം എഴുതി വെച്ച്, കൂട്ടുകാരെയൊക്കെ വിളിച്ച്, വണ്ടിയും വിളിച്ച്, നല്ല കൂടിയ പട്ടിന്റെ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മിനിങ്ങി അങ്ങോട്ട് പോകുന്നത്. നിക്കാഹിന്റെ മജ്‌ലിസിൽ വെച്ച് പെണ്ണെങ്ങാനും വന്നിട്ടല്ല ഈ തലയിലിട്ടേക്കുന്ന ടവൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എന്റെ അത്ത തെണ്ടി കൊണ്ടുവന്നതാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ? അതോ ഞാൻ അധ്വാനിച്ചതാണെന്ന് പറയോ? ഇതെല്ലാം ചെയ്താലും പോരാ, പിന്നെ ഉള്ള ആൾക്കാരെ മുഴുവനും കൊണ്ടുവന്ന് പെണ്ണിന്റെ വീട്ടിൽ തട്ടിക്കൊടുക്കും, തിന്ന് മുടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഇച്ചിരി എന്തായാലും കുറഞ്ഞു പോകുക വല്ലതും ചെയ്ത, പുതിയാപ്പിളയും കൂട്ടരും വന്നപ്പോ നോക്കിയില്ല, അവർക്ക് ചോറ് കൊടുത്തില്ല, നിന്റെ വീട്ടിൽ വന്നപ്പോ അങ്ങനെ ചെയ്തില്ലേടി, ഇങ്ങനെ ചെയ്തില്ലേടി, എന്റെ ആൾക്കാരെ നാണം കെടുത്തില്ലേ, ചോദിക്കില്ലേ? എല്ലാവരുടെയും വീട്ടിൽ പോയി തിന്നാലും പോരാ, പിന്നെ കുറ്റം അവർക്കും. അവർ തന്നതും പോരാ. ഈ സ്വഭാവമൊക്കെ നമ്മൾ മാറ്റണം. ഇതെല്ലാം മാറ്റേണ്ടതാ. ഇതുകൊണ്ടാ ഉമ്മത്തിൽ എന്തെല്ലാം നാശമാണെന്നറിയാവോ നടക്കുന്നത്, എന്തെല്ലാം നാശങ്ങളാണ് നടക്കുന്നത്. ഈ പരിപാടി ഒഴിവാക്കണം. അന്തസ്സുള്ള ആണുങ്ങളെ പെണ്ണ് കെട്ടാൻ പോകാവുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, അന്തസ്സുള്ള ആണുങ്ങൾ പെണ്ണ് കെട്ടിയാൽ മതി. അന്തസ്സില്ല, പെണ്ണിന് ചെലവിന് കൊടുക്കാനും മഹറ് കൊടുക്കാനും കയ്യിൽ കാശില്ല എങ്കിൽ പോയി എവിടെയെങ്കിലും വല്ല അടിമ പെണ്ണുങ്ങളും ഉണ്ടോ എന്ന് നോക്ക്. ഏതെങ്കിലും മുതലാളിമാര് കെട്ടിച്ചു തരുമെങ്കിൽ അതിനെ കെട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനും പറ്റൂല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ പോയിരുന്നു നോമ്പ് വെച്ചുകൊണ്ടേയിരുന്നു, നിന്റെ വികാരം പുറത്തേക്ക് വരാതിരിക്കട്ടെ. وَمَنْ يَسْتَطِعْ مِنْكُمْ طَوْلًا أَنْ يَنْكِحَ الْمُحْصَنَاتِ فَمِمَّا مَلَكَتْ أَيْمَانُكُمْ مِنْ فَتَيَاتِكُمُ الْمُؤْمِنَاتِ مَعَاشِرَ الشَّبَابِ مَنِ اسْتَطَاعَ مِنْكُمُ الْبَاءَةَ فَلْيَتَزَوَّجْ فَإِنَّهُ أَغَضُّ لِلْبَصَرِ وَأَحْسَنُ لِلْفَرْجِ وَمَنْ لَمْ يَسْتَطِعْ فَعَلَيْهِ بِالصَّوْمِ فَإِنَّهُ لَهُ وِجَاءٌ. പെണ്ണ് കെട്ടാൻ പോയിരിക്കുമ്പോൾ വലിയ ടവലൊക്കെ തലയിൽ ഇങ്ങനെ അത് ചുളുങ്ങാതെ നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് പോയിരുന്നു വെച്ച് നിക്കാഹിന്റെ ഖുതുബ ഓതുമ്പോ ഇതാ പറയണേ, നിന്റെ തലയിരിക്കുന്ന ടവല് മാറ്റടാ, ഉടുപ്പൂരിക്കളെ, വല്ലവക്കടിയോ അല്ലേ, എവന്റെ ഏതെങ്കിലും പെണ്ണിന്റെ തന്ത തെട്ടിക്കൊണ്ടു വന്നതല്ലേ, നിന്റെ മുണ്ടൊക്കെ ഉരിഞ്ഞു കള, ചെരുപ്പല്ല ഊരിക്കള, അത് കൊള്ളൂല. നിനക്ക് സ്വന്തം കാശില്ല തുണി മേടിക്കാൻ, സ്വന്തം കാശില്ല പെണ്ണിന് തുണി വാങ്ങിച്ചു കൊടുക്കാൻ, സ്വന്തം കാശില്ല പെണ്ണിന് മഹറ് കൊടുക്കാനെങ്കിൽ നീ പെണ്ണ് കെട്ടണ്ട. പള്ളിയുടെ മൂലം പോയിരുന്നു നോമ്പും വെച്ചുകൊണ്ടിരുന്ന നിന്റെ വികാരം അടക്കിക്കോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ചെറുപ്പക്കാരെ വിളിച്ച്. അതാണ് ഖുതുബയിൽ ഓതുന്നത്. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? നിക്കാഹിൽ ഇരിക്കുന്നവരെ ചീത്ത പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പെണ്ണിന്റെ തന്ത തെണ്ടിക്കൊണ്ട് വന്ന് ഇനിയും കൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന് നീ തലയിലും വെച്ച് നീ ഉടുപ്പ് വിട്ടുകൊണ്ടിരിക്കുന്നല്ലോ, എന്റെ പണി നോക്കി പോയതൊക്കെ ഊരി കൊടുത്തേച്ച് സ്വന്തം കാശുണ്ടാവുമ്പോ പെണ്ണ് കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വല്ല പള്ളിയിലും പോയിരുന്നു നോമ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചീത്ത പറയുകയാണ് അവനെ. അതാണ് ഹദീസിൽ പറഞ്ഞു കേൾപ്പിക്കുന്നത് നിക്കാഹിന്റെ ഖുതുബയിൽ. معاشر الشباب من استطاع منكم الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء. അടുത്ത ചീത്ത രണ്ടാമതും പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടൂല അവനെ. എടാ പെണ്ണ് കെട്ടാൻ പോയാൽ ചിലര് പണം നോക്കി പോകും, ചിലര് സൗന്ദര്യം നോക്കി പോകും, ചിലര് കുടുംബ പാരമ്പര്യം നോക്കി പോകും, ചില ആൾക്കാർ ദീൻ നോക്കി പോകും. നീ ഏത് നോക്കിയാ വന്നേക്കണത്? ദീൻ നോക്കിയാ വന്നത് എങ്കിൽ നീ രക്ഷപ്പെടും. വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ കാശ് മേടിക്കാനാ വന്നതെങ്കിൽ നശിച്ചു പോകും നീ. തുൻകഹുൽ മർഅതു ലിഅർബഅ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫഗ്ഫർ ബിദാത്തി ദീൻ തരിബത് യദാ. തരിബത് യദാ സത്യമാർ പറയല്ലേ, എന്താ പറയാൻ തരിബത് യദാക്കിന് അർത്ഥം? നീ തൊലഞ്ഞു പോകുന്നു, മണ്ണടിഞ്ഞു പോകും, നശിച്ചു പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നീ നോക്കിയല്ല, ഈ പെണ്ണിന്റെ കാശോ പണമോ സൗന്ദര്യമോ പ്രതാപമോ പ്രതീക്ഷിച്ചാണ് അത് മോഹിച്ച നീ വന്നിവിടെ ഇരിക്കണതെങ്കിൽ തരിപത്യത, നീ മുടിഞ്ഞു പോകും. തരിപത്യത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്. ഇതാ ഓന് കേൾപ്പിക്കുന്നതിരുന്ന്, അതാരും ശ്രദ്ധിക്കാനില്ല. ഇതുപോലത്തെ കാര്യം ഇത്രയും വലിയ കടുത്ത ചീത്ത പറഞ്ഞിട്ട് നമ്മൾ കേട്ടോണ്ടിരുന്നല്ലോ അല്ലേ? പെണ്ണ് കേട്ടാൻ പോകുമ്പോ ഓർക്കണം, പെണ്ണിന്റെ പുറകെ കാശും നോക്കി പണവും നോക്കി സൗന്ദര്യവും നോക്കി പോകും പ്രതാപവും. അല്ലാഹു തആല പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് മാന്യമായിട്ട് കൊണ്ടുപോയി മഹറ് കൊടുത്ത് കെട്ട്,
മഹർ മേടിച്ചിട്ട് ആ പെണ്ണ് നിനക്ക് വല്ലതും പിന്നെ എന്നാ കൊണ്ട് ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് തന്ന 10,000 രൂപ മഹർ കൊടുത്തു, 100 രൂപ പെണ്ണെടുത്ത് തന്നു, എന്നാ കൊണ്ട് ചായ കുടിച്ചു, അല്ലെങ്കിൽ കാലത്തെ പോകുമ്പോൾ വണ്ടിയിൽ കയറി നീ വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ച് പൊക്കോ, ബസ്സിൽ കയറി പോകണ്ടെന്ന് പറഞ്ഞിട്ട് തന്നു വിട്ട സന്തോഷമായിട്ട് മേടിച്ചുകൊണ്ട് ഈ ചായയും കുടിച്ച് വണ്ടി കയറി പൊക്കോന്നു. അള്ളാഹ് പറയുന്നത് ഇതൊക്കെയാണ് ഓതി കേൾപ്പിക്കുന്നത് നിക്കാഹിന് വന്നിരിക്കുമ്പോ. അപ്പൊ ആരും ചിന്തിക്കാറില്ല അള്ളാഹും റസൂലും എന്നെ ചീത്ത പറയുകയാണെന്ന്. ആ ചീത്തയും കേട്ടോണ്ടാ ഞാനിരിക്കുന്നത്. അള്ളാഹും റസൂലും ചീത്ത പറയുന്ന ഒരാളെ അതും കേട്ടോണ്ടിരുന്ന എല്ലാം സംഭവിച്ചുകൊണ്ട് അവൻ ഇരിക്കുക. ഇവൻ എങ്ങനെ രക്ഷപ്പെടാനാ? إذا خطب إليكم من ترضون دينه وخلقه فزوجوه إلا تفعلوه تكن فتنة في الأرض وفساد عريض. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണിന്റെ പണം മോഹിച്ച് ആരെങ്കിലും പോയി പെണ്ണ് കെട്ടിയ അവൻ എന്നും ദാരിദ്ര്യമായിരിക്കും, തീരില്ല. من تزوج امرأة لمالها لم يزده الله إلا فقرا ومن تزوجها لحسبها لم يزده الله إلا دناها ومن تزوجها لعزها لم يزده الله إلا ذلا. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ഏതെങ്കിലും പെണ്ണിനെ ആ പെണ്ണിന്റെ അന്തസ്സും പ്രതാപവും നോക്കിയിട്ട് ആരെങ്കിലും കെട്ടി, വലിയ സ്ഥാനമുള്ള പെണ്ണ, ഉദ്യോഗമുള്ള പെണ്ണ, തൊടുപുഴയിലെ വലിയ ഇലക്ട്രിക് എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സപ്ലൈ ഓഫീസിലെ ഇപ്പൊ DSO ആണ്, അല്ലെങ്കിൽ BSO ആണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വലിയ സ്ഥാനമുള്ളത് ആ പഞ്ചായത്ത് മെമ്പറാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ചെയർപേഴ്സൺ ആണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അതുകൊണ്ട് വലിയ അന്തസ്സുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണിനെ പോയി കെട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലം യജിദുഹുല്ലാഹു ഇല്ലാ ദുല്ല. ഈ കെട്ടാൻ പോണവനൊക്കെ എന്നും നിന്നിലായിരിക്കും. പെണ്ണിറങ്ങി രാവിലെ ആരെങ്കിലും വരും വിളിച്ചോണ്ട് പോകും. പെണ്ണോട് ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പഞ്ചായത്തിനെ അന്വേഷിച്ച് ആരെങ്കിലും വരുന്നത്. ചായ അവിടെ ഇട്ടായിട്ട് ഇവള് പോകും. ഇവനോ അടുപ്പിന്റെ അടുത്ത് പോയിരുന്ന് ചായ ഉണ്ടാക്കി വേണമെങ്കിൽ കുടിക്കണം, ഇല്ലെങ്കിൽ നാണം കെട്ട് നിൽക്കണം. വല്ല വണ്ടിയും പിറകെ പോകും. ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകും, വണ്ടിയും കൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി ചെയർപേഴ്സൺ ഇറങ്ങി പോകും. കെട്ടിയവൻ ഇവിടെ വായി നോക്കിയായിട്ട് നിൽക്കും. പോണതും കണ്ടു വല്ല വണ്ടിയും പിറകെ പോണ കണ്ടു ഇവിടെ നിൽക്കും. അള്ളാഹ് അവനെ നിന്യമാണ്. കെട്ടിയവൻ വന്ന് ഇവിടെ വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് കാത്തിരിക്കും. ചെയർപേഴ്സണൊക്കെ രാത്രി 10 മണിക്കും പരിപാടിയുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവരുടെ കഞ്ഞിയും കുടിച്ച് പാത്രമെല്ലാം കഴുകി, എത്തിപ്പാത്രവും കഴുകി, മക്കളെ ചന്തിയും കഴുകി കൊടുത്ത്, മക്കളെ എല്ലാം മൂത്രം ഒഴിപ്പിച്ച് കഴുകി കൊണ്ടേ കിടത്തി ഉറക്കി ആട്ടി ഉറക്കിക്കൊണ്ട് കാത്തിരിക്കണം. ഇവിടെ ചിലവും വല്ല വേലക്കാരി ഉണ്ടെങ്കിൽ വേലക്കാരിയെയും കൊണ്ട് നോക്കിക്കൊണ്ട് ഇവൻ ഇരുന്നോളണം. പെണ്ണുമ്പിള്ള വല്ലവരെയും കൊടുത്തി പോകും. തങ്ങൾ പറഞ്ഞ അവൻ എന്നും നിന്നില്ലേ. പെണ്ണുങ്ങളെ കാശ് മേടിച്ച് കെട്ടുന്നവരെ കണ്ടിട്ടില്ലേ? എന്തോരം കൊടുത്താലും മതിയാകൂല, എന്തോരം കൊടുത്താലും മതിയാകൂല. അവരുടെ ആവശ്യം തീർന്ന കാലവുമില്ല. വരുമ്പോ കൊണ്ടുവരുന്ന സ്വർണം മുഴുവനും ഓരോന്നോരോന്ന് പറിച്ച് വിൽക്കും, പണയം വെക്കും. പണയം വെച്ചാൽ എടുക്കൂല, വിറ്റ അത്രയെങ്കിലും ആയി, മുഴുവൻ കാശും കിട്ടും. പിന്നെ അവസാനം എല്ലാം തീരുമ്പോ വീട്ടിൽ കൊണ്ടേ വിടും. പോയി മേടിച്ചോണ്ട് പോകും, അക്കാലത്ത് പോയി മേടിച്ചോണ്ട് പോകും. വീട് വയ്ക്കാൻ കാശില്ല, വീട് വെച്ചപ്പോൾ വീട്ടിൽ സാധനങ്ങൾ മേടിച്ചു വയ്ക്കാൻ കാശില്ല, കട്ടിൽ മേടിക്കാൻ കാശില്ല, ഫ്രിഡ്ജ് മേടിക്കാൻ കാശില്ല. അതൊക്കെ ഇപ്പം വേണമല്ലോ. പെണ്ണെ കെട്ടിച്ചു വിട്ടാ 4-ാം ദിവസം പോകുമ്പോൾ ഒരു ലോറിയും കൂടെ പോകണം. ഇവൻ കഞ്ഞി വെച്ച് കുടിക്കണമെങ്കിൽ, ഇവന്റെ വീട്ടിൽ കഞ്ഞി വിളമ്പണമെങ്കിൽ ഇവിടുന്ന് തവിയും കൊണ്ട് പോകണം. പെണ്ണ് കക്കൂസിന് മൂത്ര വഴിച്ചിട്ട് കോരി കഴുകണമെങ്കിൽ ഇവിടുന്ന് കപ്പും കൊണ്ട് പോകണം. ഇല്ലെങ്കിൽ ബക്കറ്റ് അങ്ങനെ തന്നെ മറിച്ച് കളി. ബക്കറ്റ് ഉണ്ടെങ്കിലല്ലേ മറിക്കണം, പൈപ്പിന്റെ ചോട്ടി കാണിക്കും. എല്ലാ സാധനവും വണ്ടി നിറച്ചിങ്ങ് കൊണ്ടുവന്നേരെ എന്നാണ് പറയും. പിന്നെ എന്തെങ്കിലും പെണ്ണ് കെട്ടാൻ പോയി നിനക്ക് വേറെ വല്ല പണിയും നോക്കിക്കൂടായിരുന്നോ? അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറയുന്നു, ഇങ്ങനെ ചോദിച്ച് കാശ് മേടിക്കാൻ നടക്കുന്നവനൊക്കെ അവനെ അള്ളാഹ് തെണ്ടിയാക്കും. എന്തെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടോണ്ട് പോയിരുന്നു ഇങ്ങനെ പെണ്ണുകൾ. എത്ര പെണ്ണുങ്ങളാ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന് കണ്ടവന്റെ ഒക്കെ പുറകെ ഇറങ്ങി പോകുന്നത്. ആരാതിന്റെ ഉത്തരവാദി? ഈ ഉമ്മത്താണ്. ഈ നാശം ഉണ്ടാക്കി വെച്ച, ഇത് നടപ്പിലാക്കിയ, ഇതിന് പ്രചാരം കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ. ഞാനും നിങ്ങളും ആരും ഒഴിവാവുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയണം. പെണ്ണുങ്ങളെ സന്തോഷമായ നിലയിൽ വിവാഹം കഴിച്ച് അയക്കാനുള്ള എല്ലാ സംവിധാനവും അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. മഹർ കൊടുത്ത് കെട്ടാൻ പറഞ്ഞു. ആണുങ്ങൾ കാശുണ്ടാക്കി മഹർ കൊടുത്ത് കെട്ടണം, അവർക്ക് ചെലവിന് കൊടുക്കണം. ഇന്നോ പെണ്ണിന്റെ അടുത്താണ് ചോദിക്കുന്നത്, ചെലവിനെന്താ? തുണി പുതിയ പിള്ളയായിട്ട് പോകുമ്പോൾ കൊടുക്കാൻ തുണി മേടിക്കാൻ കാശുക, എനിക്ക് ഇങ്ങോട്ട് കാശുക, ഞാൻ നിനക്ക് തുണി മേടിച്ചോണ്ട്. ആ പെണ്ണ് തന്നെ വാങ്ങിച്ചോളൂല്ലേ സാരി. പിന്നെ നിങ്ങൾ എന്തിനാ കാശ് മേടിച്ചുകൊണ്ട് വന്ന് ആ കാശ് കൊടുത്ത് കല്യാണത്തിന് പോകാം? പുതിയാപ്പിളയ്ക്ക് മാത്രം പോരാ കാശ്, തുണി മേടിക്കാൻ കാശ്. പുതിയാപ്പിളയുടെ പെങ്ങന്മാർക്ക്, ചേട്ടനിയന്മാർക്ക്, അവരുടെ ഒക്കെ മക്കൾക്ക്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും തുണി വാങ്ങിച്ചു കൊടുക്കും. പെണ്ണിന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചു. ആ തുണി കൊടുത്തോണ്ടാണ് എല്ലാവരും വലിയ അന്തസ്സായിട്ട് കല്യാണത്തിന് പോകുന്നത്. ആരുടെയെങ്കിലും തുണി വാങ്ങിച്ചു കൊടുത്തോണ്ട് കല്യാണത്തിന് പോയി അവിടെ എങ്ങാനും വെച്ചവർ ചോദിച്ചാൽ എന്തായിരിക്കും? നാണക്കേട് ഇതിനേക്കാളും വലുതുകൊണ്ട്. നമ്മളാരെങ്കിലും ആരുടെയെങ്കിലും തുണിയും വാങ്ങിച്ചു കൊടുത്തോണ്ട് വന്നു, ഈ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെ, നമ്മളെ ആരെങ്കിലും വിളിച്ച ഒരാൾ പള്ളിയിൽ നിന്ന് വിളിച്ചാൽ ഇങ്ങ് വന്ന് കാര്യം ചോദിക്കട്ടെ,
ആ തുണി ഇങ്ങ് വന്ന് ഞാൻ കൊണ്ടുപോട്ടെ, എന്റെ തുണിയല്ലേ നീ മതി, നീ ഇന്ന് കാലത്തെ കൊണ്ടുവന്ന് തരാമെന്നല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പിരിച്ചു കൊടുക്കൂ? ഇതിനേക്കാൾ വലിയ നാണക്കേടാ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാണക്കേട്. അല്ലാഹുവും റസൂലും പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നുവെന്ന്. അതാണ് ഖുത്ബയിൽ ഓതി കേൾപ്പിക്കുന്നത്. എല്ലാം കേട്ടോണ്ടിരിക്കുക. നാണം ഉള്ളവർക്കല്ലേ നാണക്കേടുള്ളൂ. അല്ല എന്താ ഒഴിവാക്കാനാണോ? ഖുത്ബ ഫർളാണോ എന്ന് ഒഴിവാക്കാൻ? എന്നാലും ചീത്ത കേൾക്കാതിരിക്കാമല്ലോ. ഖുത്ബ ഒഴിവാക്കിയാലും ആരും ഓതിയില്ലെങ്കിലും വേണ്ടാന്ന് വെച്ചാലും ചീത്ത ഖുർആനിലുള്ളതാണ്. അത് ഖിയാമത്ത് വരെ നിലനിൽക്കും. അല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളതാ പറഞ്ഞുപോയി. ഖിയാമത്ത് വരെ ആർക്കും മാറ്റാൻ പറ്റില്ല. തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ് ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. അല്ലാഹുവിന്റെ കിതാബിൽ മാറ്റം വരുത്താൻ ഒക്കില്ല, ഹദീസിലും മാറ്റം വരുത്താനും ഒഴിവാക്കാനും പറ്റില്ല. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ ചീത്ത ഉള്ളത് തന്നെയാണ്. അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ തീരുമാനിക്കുകയും സ്വന്തം കാശുണ്ടാക്കി പെണ്ണിന് മഹറും കൊടുത്ത് തുണിയും വാങ്ങിച്ചുകൊണ്ടേ കൊടുത്ത് സ്വന്തം കാശിന് തുണിയും വാങ്ങിച്ചു കൊടുത്ത് അന്തസ്സായിട്ട് നിക്കാഹ് നടക്കും. തീരുമാനിക്കൂ. ആ മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാനുള്ള കാരണവന്മാര് ആ മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുമ്പോ ഇതുപോലെ കെട്ടിക്കുമെന്ന് തീരുമാനിക്കോ? അതോ ഞാൻ പെമ്മക്കൊക്കെ കൊടുത്തതാണ് ഇഷ്ടം പോലെ, അതുകൊണ്ട് എനിക്കും അതിന്റെ ഇരട്ടി കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മകനൊക്കെ തൂക്കി വില പറയുവോ? അതാരും മിണ്ടണില്ലല്ലോ. സ്വന്തം പറഞ്ഞപ്പോ എല്ലാരും ഇൻസാഫാ പറഞ്ഞു. കാരണം മിക്കവാറും 55 വയസ്സുകാരെ എല്ലാരും കെട്ടി മടുത്തവരായിട്ട് അവരെ ആലോചിച്ച് പോകില്ല. അതുകൊണ്ട് ഇൻസാഫാ. മക്കളെ കെട്ടിക്കാൻ നേരത്ത് മേടിക്കൂലേ? അനക്കമില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ പാടില്ല. ഇതൊക്കെ വലിയ കടുപ്പമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നാശവും വലിയ അപകടവുമാണ് പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്നു പോകുക, വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ കാശിന്റെ പേര്. സമ്പത്തുണ്ടാക്കി കൊടുത്താലേ കെട്ടിക്കാൻ ഒക്കുള്ളൂ എന്നുള്ള തീരുമാനം, അങ്ങനെ കിട്ടുള്ളൂ എന്ന് തീരുമാനം വന്നതിന്റെ പേരിൽ ഉമ്മത്തിൽ വലിയ നാശം. എത്രയാ വ്യഭിചാരങ്ങൾ നടക്കുന്നത്, എത്രയാ പെണ്ണുങ്ങൾ ആരുടെയെങ്കിലും പുറകെ പോകുന്നത്. വിവാഹം നടത്താൻ നിവൃത്തിയില്ലാത്ത ആളുകൾ അല്ലാഹു തആല ഓരോ മനുഷ്യരിലും ഓരോരോ വികാരങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പ്രയോഗിക്കുക തന്നെ ചെയ്യും. അതിന്റെ സമയമാകുമ്പോൾ അത് പ്രയോഗിക്കും, അത് മാറിപ്പോകില്ല. ആ സമയത്ത് അത് പ്രയോഗിക്കാൻ നേരായ വഴികൾ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കുറ്റക്കാർ ആ മക്കളല്ല, മാതാപിതാക്കളാണ്. ഇന്നല്ലാഹ കതബ അലാ ബനി ആദമ ഹല്ലഹു മിനൽ സിനാ മുദ്രികുൻ ലാ മഹാല. അല്ലാഹു തആല മനുഷ്യനിൽ വെച്ചിരിക്കുന്ന വികാരത്തിന്റെ പ്രകടനങ്ങൾ സമയമാകുമ്പോൾ നിശ്ചയം കാണിച്ചിരിക്കും, അത് വെളിവായിരിക്കും. അല്ലാഹു തആല ഫൽ ഐനാനി സിനാഹുമൻ നദർ വൽ ഉദ്നാനി സിനാഹുമൽ ഇസ്തിമാ വൽ ലിസാനു സിനാഹൻ നുത്ഖ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ശരീരത്തിന്റെ അവയവങ്ങളിലെല്ലാം അല്ലാഹ് വെച്ചേക്കുന്ന ഓരോരോ വികാരത്തിന്റെ പ്രകടനങ്ങളും എടുത്തെടുത്ത് പറയുന്നു. കണ്ണ് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇതിൽ അല്ലാഹു തആല ഒരു വികാരം വെച്ചിട്ടുണ്ട്, അത് പ്രയോഗിക്കും. നോട്ടമാണ് ഹറാമായ വസ്തുക്കളിലേക്ക്, ഹറാമായ ആളുകളിലേക്ക്, തനിക്ക് കാണാൻ പാടില്ലാത്തവരിലേക്ക് നോക്കലാണ്. ഇതുണ്ടാകും ആ സമയമാണ്. ചെവി അല്ലാഹ് വെച്ചിട്ടുണ്ട്. ചെവി കേൾക്കാൻ മാത്രമല്ല, ഇതിലും അല്ലാഹു തആല വികാരം വെച്ചിട്ടുണ്ട്. കേൾക്കാൻ പാടില്ലാത്ത ഇമ്പമായ ശബ്ദം, അന്യ സ്ത്രീകളുടെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കും ഈ ചെവി കൊണ്ട്. അത് സിനായാണ് ചെവിയുടെ. കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണ്, കേൾക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. നാവ് അല്ലാഹ് വെച്ചിട്ടുണ്ട്. നാവിലും അല്ലാഹ് വികാരം വെച്ചിട്ടുണ്ട്. മോശമായ നിലയിൽ തനിക്ക് പറ്റാത്ത, തനിക്ക് പാടില്ലാത്ത, അനുവദനീയമല്ലാത്ത ആളുകളോടുള്ള സംസാരമാണ്. ആ സംസാരം നാവിന്റെ വ്യഭിചാരമാണ്. കൈ അല്ലാഹ് വെച്ചിട്ടുണ്ട്. ഈ കൈയിലും അല്ലാഹു തആല വികാരം വെച്ചിരിക്കുന്നു. കൈ കൊണ്ടുള്ള വികാരം തനിക്ക് പാടില്ലാത്ത സ്ഥലങ്ങളിൽ തൊടലും പിടിക്കലുമാണ്. ഇത് കൈയുടെ വ്യഭിചാരമാണ്. കാലിൽ അല്ലാഹു തആല വികാരം വെച്ചിട്ടുണ്ട്. കാല് തനിക്ക് പാടില്ലാത്ത, അനുവദനീയമല്ലാത്ത സ്ഥലത്തേക്ക്, അങ്ങനത്തെ ആളുകളുടെ അടുക്കലേക്ക് കാലുകൊണ്ട് നടക്കലാണ്. ഇത് കാലിന്റെ വ്യഭിചാരമാണ്. ഹൃദയത്തിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഹൃദയം തനിക്ക് പാടില്ലാത്തതിനെ, തനിക്ക് അനുവദനീയമല്ലാത്തതിനെ ആഗ്രഹിക്കും. അത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ അവസാനമാണ് ഇതിന്റെ പൂർണ്ണ പ്രകടനമായി മനുഷ്യൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഗോപ്യമായ അവയവങ്ങൾ, ഗുഹ്യസ്ഥാനങ്ങൾക്ക് അല്ലാഹു തആല വികാരം വെച്ചു. അത് പൂർണ്ണമാണ്. അവിടെയാണ് വ്യഭിചാരത്തിന്റെ പൂർണ്ണത ഉണ്ടാവുക. ഇതൊരു മനുഷ്യനിൽ വരും. മുദ്രികുൻ ലാ മഹാല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു തആല വെച്ചു. അതുകൊണ്ട് ഇത് പുറത്തെടുക്കാൻ കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കരുത്. പെൺമക്കളാണ്, പ്രായപൂർത്തിയായി, 15 വയസ്സായി, പ്രായമായി, നല്ല ആളെ നോക്കി കെട്ടിച്ചു വിട്ടേക്ക് വെച്ചോണ്ടിരിക്കരുത്.
ആൺമക്കളാണ് 18 വയസ്സായി പ്രായപൂർത്തിയായി അവർക്ക് വിവാഹത്തിന്റെ ആലോചന വന്നു തുടങ്ങുന്നു, അല്ലെങ്കിൽ ആഗ്രഹം വന്നു തുടങ്ങുന്നു, അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രകടനങ്ങൾ കാണുന്നു, വിവാഹം കഴിച്ചു കൊടുത്തേക്കുന്നവരെ. എന്നിട്ട് അവനെ വിളിച്ചിട്ട് പറ, മോനെ നിന്നെ വളർത്തി, നിനക്ക് വേണ്ടത് ഞാൻ പഠിപ്പിച്ചു, ദീനിയായ കാര്യങ്ങൾ നിന്നെ പഠിപ്പിച്ചു, നന്നായിട്ട് ജീവിക്കാൻ, ഇതാ നിന്റെ വികാരവും ശരിയായ നിലയിൽ വിനിയോഗിക്കാൻ ഞാൻ വിവാഹവും കഴിച്ചു തന്നു, ഇനി നിനക്കും ഞാനുമായിട്ട് ഉത്തരവാദിത്തമില്ല, എന്നെ ആഗ്രഹത്തിൽ പിടിക്കും, നീ നിന്റെ ജീവിതം. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഇത് ചെയ്തില്ല, തടഞ്ഞു വെച്ചു, ആരെങ്കിലും ഏതെങ്കിലും അപകടത്തിൽ പോയി പെട്ടുപോയി മക്കൾ, ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. സമാധാനം പറയേണ്ടി വരും. മക്കളെ ഇങ്ങനെ നടത്തണില്ലേ, പഠിക്കാൻ വേണ്ടി കോളേജിൽ ഇങ്ങനെ നടത്തുക, കോളേജിൽ ഇങ്ങനെ നടക്കില്ല, നേരം എടുക്കുമ്പോൾ വീട്ടിലോ. കൊച്ചുങ്ങളെ എങ്ങനെയാ വീട്ടിൽ ഇരുത്തണത്? വീട്ടിലിരുന്നാ മോശമായി പോകുകയല്ലേ, പോട്ടെ, വീട്ടിൽ ഇരുന്നാ മോശമാകും, പുറത്തിറങ്ങിയാൽ നന്നാകും, കണ്ടവന്റെ ഒക്കെ പുറകാണെന്നാൽ നന്നാകും, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാ മോശമാകും. അതുകൊണ്ട് ഇങ്ങനെ നടത്തുകയാണ്, കെട്ടിക്കണത് വരെ ഇങ്ങനെ നടത്തുകയാണ്. പഠിപ്പിച്ചോളി, പഠിപ്പിക്കുന്നതിനല്ല എതിര് പറയുന്നത്. എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കും പെൺപിള്ളേരെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല, പെൺപിള്ളേർക്ക് വല്ലതും മനസ്സിലാകണ്ടേ, എഴുത്തും വായനയെങ്കിലും പഠിക്കേണ്ട ഈ മുസ്ലിയാക്കന്മാർ സമ്മതിക്കില്ല. അങ്ങനെയല്ല, ഹറാമായ നിലയിൽ പഠിപ്പിക്കാതിരിക്കാനാ പറയുന്നത്. ഹറാമായ നിലയിൽ ആഹാരം കഴിക്കരുത്, ഹറാമായ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കരുതെന്നാണ് അർത്ഥം. ഹലാലായ നിലയിൽ സമ്പാദിക്കും, ഹറാമായ വസ്തുക്കളെ നോക്കരുത് എന്ന് പറഞ്ഞാൽ എവിടെയും നോക്കരുത്, കണ്ണടച്ചു പിടിക്കാനാണോ പറയുന്നത്? അതല്ല, ഹലാലിനെ നോക്കി ഹറാമ് നോക്കല്ലേ എന്നാ പറയുന്നത്. അതേപോലെ പെൺമക്കൾക്ക് പഠിപ്പിക്കാൻ സൗകര്യം ചെയ്യും. പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കാൻ മുസ്ലിമീങ്ങൾ ചേർന്ന് കോളേജ് ഉണ്ടാക്കി ഏത് ഡിഗ്രിയും ഏത് കോഴ്സും പഠിപ്പിച്ചോളി, കണ്ടവന്റെയൊക്കെ പറഞ്ഞു വിടാതിരിക്കും. പോയാ പെൺപിള്ളേര് നേരെ ഓരോരുത്തരും ചിന്തിച്ചോളി, ആരുടെയെങ്കിലും മക്കൾ കോളേജിൽ പോയിട്ട് പഠിച്ച ഡിഗ്രി എടുത്ത് പോയതുപോലെ തിരിച്ചു വരാറുണ്ടോ? വന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആരുടെ മക്കളാണെങ്കിലും ശരി പോയതുപോലെ പരിശുദ്ധരായി തിരിച്ചു വരികയില്ല, തിരിച്ചു കിട്ടൂല. കാരണം അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു, അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ചേരാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്, അതുവരെ കൂടാവുള്ളൂ. അവർക്ക് ബോധം വരുന്ന പ്രായപൂർത്തിയോട് അടുക്കുന്ന സമയം വകതിരിവ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാകും. ആ സമയത്ത് അവരെ അടുപ്പിക്കരുത്. അങ്ങനെ അടുത്ത് വളർന്നു പോയാൽ പിന്നെ അങ്ങ് പോകും. അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് ആരുടെ മക്കൾ എല്ലാവരും വലിയ കാര്യം പറയും, എന്റെ മോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുനിഞ്ഞു നോക്കിയേ പോകുള്ളൂ, തിരിച്ചു വരുമ്പോഴും താഴോട്ട് നോക്കിയാ വരണത്, അപ്പുറത്തും ഇപ്പുറത്തുള്ള കട ഏതാന്ന് ചോദിച്ചിട്ട് പോലും ആ പെണ്ണിന് അറിയാൻ പാടില്ല. ഏതെങ്കിലും കടയിൽ ഒരു സാധനം നോക്കിയപ്പോ ആ കൊച്ചിനൊന്നും അറിയാൻ പാടില്ല, ആ കൊച്ചു തിരിഞ്ഞു പോലും നോക്കാതെ ഇങ്ങനെയാ നടക്കുന്നത്, തലയിൽ തുടിയെല്ലായിട്ട് നല്ലപോലെ പൊതിഞ്ഞ് കെട്ടിയേ പോകുള്ളൂ എന്നൊക്കെ പറയും. നല്ല ആളായിരിക്കും. അവസാനം അന്വേഷിച്ച് നോക്കി കല്യാണം നടത്താൻ പോകുമ്പോ, കല്യാണമൊക്കെ ആലോചിച്ച് മുറുകി വരുമ്പോ രാത്രി ഫോൺ വരും, പെണ്ണിനെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കരുത്, കൊടുത്ത സംഗതി കുഴപ്പമാകും, അതുകൊണ്ട് പറ്റൂല എന്ന് പറയും. അവിടെ വിളിച്ചു പറയും, ആ പെണ്ണിനെ കെട്ടരുത് കേട്ടോ, ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നതാണ്, അതുകൊണ്ട് കെട്ടിക്കൊണ്ട് പോയാൽ പ്രശ്നമാകും, പെണ്ണ് വീട്ടിൽ നിൽക്കില്ല. അന്വേഷിക്കുമ്പോൾ പെണ്ണ് പറയും, എനിക്ക് അയാളെ വേണ്ട, ഞാൻ തയ്യാറല്ല. ഏതാ വളരെ സൂക്ഷിച്ച് താഴോട്ട് മാത്രം നോക്കി പോയ വഴിക്കുള്ള കട പോലും അറിയാത്ത പെണ്ണ എവിടെന്നാ വന്നേ? അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു പഠിപ്പിച്ചു ഇതുണ്ടാകുമെന്ന്. പോകുന്നവർ ആരും അതേപോലെ തിരിച്ചു കിട്ടുകയില്ല, ഉറപ്പായ കാര്യമാണ്. ഡിഗ്രിയൊക്കെ നേടിയ വലിയ വലിയ ആൾക്കാർ ആലോചിക്കുന്നത് പള്ളിക്കൂടത്തിൽ പോകാത്ത പെൺപിള്ളേരെയാണ്. ഒരു 5 or 8 ക്ലാസ്സൊക്കെ പഠിച്ച പെൺപിള്ളേരെ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് കിട്ടിയാൽ അവർക്ക് സന്തോഷമാണ്. കാരണം അവർക്കറിയാം, അവർക്കല്ലേ ഇത് അറിയാവുള്ളൂ. അപ്പൊ അവർ പറയും, ഒരു 10ാം ക്ലാസ്സിൽ താഴെ പഠിച്ച പെണ്ണുണ്ടെങ്കിൽ മതി, ഇന്ന് മാന്യതയുള്ളവർ. അല്ലാത്തതൊന്നും ഞാൻ ആ ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല. നേരെ കിട്ടുന്നതല്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ പറയും വേണ്ട. അതേസമയത്ത് അതല്ലാത്ത അറിയാത്ത ആൾക്കാർ പറയും പിന്നെ രണ്ടുപേരും ഒന്നുപോലെയാണെങ്കിൽ അങ്ങനെ വരുള്ളൂ, അല്ല തീരുമാനിച്ചേക്കുന്ന അങ്ങനെയാ. ആരെങ്കിലും വ്യഭിചാരിയാണോ അവന് വേശ്യ പെണ്ണിനെ കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. ഒരാൾ വ്യഭിചാരിയാണെങ്കിൽ അവൻ എത്ര വലിയ കാര്യമായിട്ട് പോയി എവിടെ നോക്കിയാലും ശരി അവന് കിട്ടുന്ന പെണ്ണ് വേശ്യായിരിക്കും. ഒരു പെണ്ണ് വ്യഭിചാരിയാണോ വേശ്യയാണോ, വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ, കളങ്കം വന്നവനെ കിട്ടുള്ളൂ. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. അല്ലാഹു തആല പറഞ്ഞു, നല്ലവർക്ക് നല്ലതേ കിട്ടുള്ളൂ, മോശക്കാർക്ക് മോശമേ കിട്ടുള്ളൂ. എല്ലാവരും വിചാരിക്കും നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിലുള്ള പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ആ കണ്ടു വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോയി ചായയൊക്കെ പിടിച്ച് എല്ലാവരെയൊക്കെ ഒന്ന് നോക്കി
എന്നിട്ട് കണ്ട് ഇച്ചിരി കൊള്ളാമെന്നൊക്കെ വെച്ച് ഒക്കെ കറങ്ങിയൊക്കെ നടന്നേച്ച് വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണും പിള്ള നല്ല പെണ്ണ എവിടെ ഉദ്യോഗമൊന്നും ഉള്ളതല്ല, വീട്ടിൽ തന്നെ തുണിയെല്ലാം അലക്കി പിള്ളേരെയൊക്കെ നോക്കി കഞ്ഞിയൊക്കെ വെച്ച് നമ്മളെ കാത്തിരിക്കും, ഒരു കുഴപ്പവും ഇല്ലാന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുഴപ്പമുണ്ട്, നീ ഇത് ചെയ്യുവോ നിന്റെ പെണ്ണ് അങ്ങനെ ചെയ്തിരിക്കും. പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വല്ലവന്റെയൊക്കെ കൂടത്തിൽ പോയി ഓഫീസിൽ പോയി എല്ലാം കറങ്ങി തിരിഞ്ഞ് അവരെ എല്ലാം കാണിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കുറെ പുറമ്പോക്കും കുറെ അല്ലാതെയും അടച്ചും പൊളിച്ചുമൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഭർത്താവ് കിളയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കച്ചവടത്തിന് രാവിലെ പോകുന്നു, കടയിലെ കൃഷിക്ക് പോകുന്നു, അല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് പോകുന്നു, കടയിലിരുന്നു ഒരു കുഴപ്പമില്ലാതെ അവൻ വൈകുന്നേരം വരുന്നു. അവൻ നല്ലവനായിരിക്കും, കടയിലല്ലേ എന്റെ ഭർത്താവ് ഇരിക്കുന്നത് എന്ന് പെണ്ണുങ്ങൾ വിചാരിക്കും. അല്ല, നീ എന്ത് കാണിച്ചോ അതുപോലെ അവനും കാണിച്ചിട്ടുണ്ടായിരിക്കും. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പവിത്രമാക്കി വെക്കീൻ, നിങ്ങളുടെ ഇണകളും പവിത്രമായി. ഇല്ല, നിങ്ങൾ ചെയ്യുന്നോ, നീ ഏതെങ്കിലും പെണ്ണിനെ എപ്പോഴെങ്കിലും രഹസ്യമായിട്ടോ പരസ്യമായോ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടോ, നിന്റെ ഭാര്യയും എവനെങ്കിലും നോക്കി, അല്ലാതെ കിട്ടൂല. നീ ആരോടെങ്കിലും സംസാരിച്ച് ചൊല്ലിയിട്ടുണ്ടോ, പെണ്ണും അത് തന്നെയായിരിക്കും ചെയ്തത്. നീ അതിനപ്പുറത്തേക്ക് വല്ലതും ചെയ്തോ, ചെയ്തിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹ് പറയുന്നു, ഇങ്ങനത്തെ ആളുകൾക്ക് അങ്ങനത്തെ ഒരേ കിട്ടുള്ളൂ അവർ ചെയ്യും. അതുകൊണ്ട് ആരും മാന്യത പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, സൂക്ഷിക്കാൻ കണ്ണും കാതും നാവും കയ്യും കാലും മനസ്സും എല്ലാം സൂക്ഷിച്ചോളിൽ മുഴുവൻ അവയവങ്ങളും. കാരണം വികാരത്തിന്റെ പ്രകടനങ്ങൾ ഇതിൽ കൂടിയെല്ലാം അല്ലാഹു തആല വെച്ചിരിക്കുന്നു, ഉണ്ടാവുക തന്നെ ചെയ്യും. മുദ്രിക്കുല്ല മഹാല, സൂക്ഷിച്ചു നിന്നോളിയും. വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി ഇങ്ങനെ കേട്ടാലും വഴക്കുണ്ടാക്കിയാൽ തിരിച്ചതുപോലെ വഴക്കുണ്ടാക്കും. പെണ്ണുങ്ങൾ ചോദിക്കും, നീ പോയിട്ടല്ലേ ഞാനും പോയതെന്ന്. രണ്ടുപേരും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആരും വഴക്കുണ്ടാക്കാൻ പോട്ടെ. ഇങ്ങനെയാണല്ലോ ഹദീസിൽ പറഞ്ഞേക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണല്ലോ ഹദീസിൽ പറഞ്ഞേക്കുന്നത്. പെണ്ണും പറയും, നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് ഹദീസിൽ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാനും ചെയ്തത്. അതുകൊണ്ട് ആരും വീട്ടിൽ പോയി വഴക്കുണ്ടാക്കണ്ട, തൗബ ചെയ്ത് ജീവിതം നന്നാക്കിക്കൊള്ളു. ഇനിയുള്ളത് സൂക്ഷിച്ചു, ഇല്ലെങ്കിൽ അബദ്ധമാണ്, അപകടമാണ്. ആരും നല്ലവരാണ്, ആരും നല്ലവരുമല്ല. പാവങ്ങൾ തെറ്റുകൾ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തൽ തേടി ജീവിതം പവിത്രമാക്കി സൂക്ഷിക്കാൻ എല്ലാവരും സൂക്ഷിച്ചു. ഇല്ലെങ്കിൽ ആ സൂക്ഷിക്കുന്ന കളങ്കമാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു മാറ്റവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറഞ്ഞു വന്ന വിഷയം കല്യാണത്തിന്റെ കാര്യം. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം ഇറങ്ങി പോകുന്നതിന്റെ, വല്ലവരുടെയും കൂടെ പോകുന്നതിന്റെ, ഈ നാശങ്ങൾ മുഴുവനും ഉണ്ടാകുന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്വം എല്ലാവരും ഏക്കട്ടി വരും. അതുകൊണ്ട് തീരുമാനിച്ചോളിയും. ചെറുപ്പക്കാരെല്ലാം പെണ്ണ് കെട്ടാത്തവര് പെണ്ണിന്റെ കാശ് വാങ്ങിച്ച് പെണ്ണ് കെട്ടൂല. സ്വന്തം കാശുണ്ടാക്കി മഹർ കൊടുത്ത് പെണ്ണിന്റെ തുണിയും വാങ്ങിച്ചോട്ടെ കൊടുത്ത്, ചെറിയ കുറഞ്ഞതായിക്കോട്ടെ, ഉള്ള കാശിന് കുറഞ്ഞ തുണിയും കൊണ്ടുപോയി വിവാഹം കഴിക്കുകയുള്ളൂ. എന്നിട്ട് വിവാഹത്തിന് ശേഷം ബന്ധുക്കളെ വിളിച്ച്, സ്നേഹിതന്മാരെ വിളിച്ച്, കൂട്ടുകാരെ വിളിച്ച് തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ വലീമ കൊടുക്കുമെന്ന് തീരുമാനിക്കും. അല്ലാണ്ട് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും തീറ്റ് കൊടുക്കുമെന്നല്ല തീരുമാനിക്കേണ്ടത്. വണ്ടിയും വിളിച്ച് കൊണ്ടുപോയി എല്ലാത്തിനെയും തട്ടി അവിടെ ഇടുമെന്നല്ല. അങ്ങനെ പോകാനും പാടില്ല. പെണ്ണിന്റെ ആൾക്കാർ വിളിക്കാത്തവരെ കൊണ്ടുപോയി കണ്ടിട്ടില്ല. സാധാരണ നിക്കാഹിനൊക്കെ വന്ന് പെണ്ണിന്റെ വീട്ടിൽ ആളുകൾ വന്നിറങ്ങുമ്പോൾ നേരത്തെ ചോദിക്കും എത്ര പേര് വരും, എത്ര പേരാ ഏകദേശം. കാര്യം കുറച്ചുപേരെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയണമെന്നുണ്ട്, എന്നാലും ഒരു മാനക്കേടല്ലേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എത്ര പേര് വേണമെങ്കിലും കൊണ്ടുവന്നോളി, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എത്രയാന്നാ കണക്കൊന്ന് പറഞ്ഞാൽ മതി, എന്ന് പറഞ്ഞാൽ മതി. എവിടെ ആരും വരികലാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, മനസ്സിലങ്ങനെയാ. എന്നാലും ചോദിക്കും എത്രയാന്ന് പറഞ്ഞാലേ ഒന്ന് അറിയിക്കണം കേട്ടോ കണക്ക്. അപ്പോൾ ഒരു ഒരുപാടൊന്നുമില്ല, ഒരു 100-200 പേരെ വരുള്ളൂ, 200 പേരെ കാണുള്ളൂ എന്ന് പറഞ്ഞാ, ഓ എന്റെ 200 മുടിപ്പിക്കാൻ വരേണ്ടതാ, ഈ കാശെല്ലാം കൊടുത്തത് പോരാ, പിന്നെ ഇനി ഇവന്മാർക്ക് 200 പേർക്ക് തീറ്റി ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിയപ്പോ തോന്നും. എന്നാലും അത് വെളിയിൽ കാണിക്കൂല, പറയൂല, മുഖത്ത് നോക്കിയാൽ കാണും, പറയൂല 200 എങ്കിൽ 200. എന്നിട്ട് പുതിയാപ്പിളയും കൂട്ടരും വണ്ടിയിൽ വന്നിറങ്ങുമ്പോ നോക്കും, ആളുകളുടെ അടുത്ത് ചോദിക്കും എത്ര വണ്ടിയുണ്ട്, മക്കളെ നോക്കാൻ നിർത്തിയേക്കും, ചേട്ടനനിയന്മാരെ നോക്കാൻ നിർത്തിയേക്കും, അളിയന്മാരെ പറഞ്ഞു വിടും പോയി നോക്കെന്ന് പറഞ്ഞ് എത്ര വണ്ടിയുണ്ട്, 3 ബസ്സുണ്ട്, 2 കാറും ഉണ്ട്, പിന്നെ പുതിയാപ്പിളയുടെ കാറും പുതിയാപ്പിളയുടെ പെങ്ങന്മാരും ഒക്കെ കൂടി വന്ന വേറെ ഒരു വണ്ടിയിലാവുന്നു. അപ്പൊ എല്ലാരും വന്നു, ഒരു വണ്ടി വരാനുണ്ടെന്ന് പറഞ്ഞു പുതിയാപ്പിളയുടെ കൂട്ടുകാരെ കൂടെ ജോലി ചെയ്യുന്നവരുടെ. അത് ടെമ്പോയാണ് വരുമെന്ന് പറഞ്ഞു, അത് എത്തിയിട്ടില്ല, അത് കാത്ത അവർ നിൽക്കണേ ഇറങ്ങാതെ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്ത് പറയും, 200 പേര് വരുമെന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ തന്നെ ഉണ്ടല്ലോ 300 എണ്ണം, പിന്നെ ഇനി കാറിലൊക്കെ കണക്ക് കൂട്ടിയാൽ എത്രയെണ്ണം കാണും. ഓ എന്ത് ചെയ്യും. ഏതായാലും പോയി പറ, വെള്ളം തിളപ്പിച്ച് വെച്ചേക്കാൻ പറ, അരിയും കുറച്ച് വെച്ചാല്, മിക്കവാറും വെച്ചേക്കണത് തെളിയില്ല, രണ്ടാമത് വെക്കേണ്ടി വരും, തയ്യാറായിരുന്നോളാൻ പറയുന്നു. പറയുകയില്ലയോ, മനസ്സോടെയാണോ കൊടുക്കുന്നത്? 200 പേരെ കൊണ്ടുവരാൻ അനുവാദം കൊടുത്തു, 250 പേര് വന്നു.
ഇവൻ അനുവാദം കൊടുക്കാതെ വിളിക്കാത്തവരാ വന്നത്. നമ്മൾ വലിയ അന്തസ്സായിട്ട് പുതിയാപ്പലയുടെ കൂട്ടുകാരായി, വലിയ സ്നേഹിതന്മാരായി, പുതിയാപ്പലയുടെ മഹലിലെ കമ്മിറ്റിക്കാരായി, ഉസ്താദായി, ഖത്തീബായി, മോദീനായി എല്ലാവരും കൂടെ പോയി തിന്നും. മോദീനും കണക്കാ, ഖത്തീബും കണക്കാ, ഇമാമും കണക്കാ, കമ്മിറ്റിക്കാരും കണക്കാ, നാട്ടുപ്രമാണിയും കണക്കാ, കൂട്ടുകാരും കണക്കാ, ബന്ധുക്കളും കണക്കാ, എല്ലാം കണക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിളിക്കാതെ ആരെങ്കിലും കല്യാണത്തിന് വന്ന് ചാപ്പാട് തിന്നാൽ വന്നത് കള്ളനായിട്ടാണ്, തിരിച്ചു പോകുന്നത് കൊള്ളക്കാരൻ. മൻ ദഖല അലാ ഗൈരി ദഅവത്തിൻ ദഖല സാരിഖ വഖറജ മുദീറ. വിളിക്കാതെ കയറി വന്നു, കണക്കി കൂടുതൽ കൊണ്ടുവന്നു, എന്നാൽ വരണവൻ കയറി വരണത് കള്ളനായിട്ടാ. കള്ളൻ പാത്തുപാത്തല്ലേ പോകുള്ളൂ, ആരും കാണുമോ ഇല്ലയോ, അറിയുമോ, പ്രശ്നിക്കുവോ, പിടിപെടുവോ എന്നറിഞ്ഞു പേടിച്ചല്ലേ പോകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവൻ കള്ളനായിട്ടത്. തിരിച്ചു വരുന്നതോ അവനക്ക് അനുവാദമില്ലാതെ ചാപ്പാട് അകത്താക്കിയിട്ടാ വരുന്നത്, കൊള്ള നടത്തിയിട്ട് ആരും അറിയാതെ അനുവാദമില്ലാത്തതിന് വിളിച്ചകത്താക്കിയിട്ടാ വരുന്നവൻ കൊള്ളക്കാരനാണ്. വഖറജ മുദീറ. പെണ്ണിന്റെ വീട്ടിൽ ചോറ് തിന്നാൻ പോകുന്ന ആൾക്കാരുടെ ഗതിയായി പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥമായ നിലയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായ എന്തെങ്കിലും നാശമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആർക്കെങ്കിലും വിരോധമുണ്ടോ? എന്തൊരു സന്തോഷമായിരിക്കും. കല്യാണം അല്ലാഹു തആല സന്തോഷത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ സന്തോഷം. എല്ലാ പ്രയാസങ്ങളും നാട്ടിൽ കിടന്ന് അനുഭവിച്ചു, വഴക്കുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, കച്ചവടത്തിൽ പ്രശ്നങ്ങളുണ്ടായി, കടയിൽ ബഹളമുണ്ടായി, താമസിച്ചു പോയി, നാട്ടിൽ പ്രശ്നമുണ്ടായി, വന്നപ്പം വണ്ടി കിട്ടിയില്ല, താമസിച്ചു, വണ്ടി സ്ട്രൈക്ക് നടന്നു, എല്ലാം വിഷമിച്ചു. അവസാനം വീട്ടിലേക്ക് ചെന്ന ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ഈ മുഴുവൻ പ്രയാസവും എവിടെ പോയെന്നറിയില്ല. ഇതിന്റെ പേരാ ഭാര്യ. ഒമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു പറഞ്ഞു, ഇതാണ് പെണ്ണ്, ഇങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് ഇണയാക്കി തന്നതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം. ഓർക്കുന്നത് അങ്ങനെ ഇരിക്കണം. അതാണോ ഉള്ളത്? കല്യാണം നടത്തിയ അന്ന് മുതൽ രണ്ടുപേരും തമ്മിൽ വഴക്കാം. അന്ന് തന്നെ മര്യാദയ്ക്ക് സന്തോഷത്തിൽ കഴിയുമെന്ന് അള്ളാഹു ആണ്. അന്ന് തന്നെ പെണ്ണ് കുറ്റം പറയും, സാരി ശരിയായില്ല, കൊണ്ടുവന്ന ലാച്ച പറ്റിയില്ല, താലി കെട്ടാൻ വേണ്ടി വന്ന താലി പറഞ്ഞു പോയി, ബലമില്ലാത്തതായിരുന്നു, പഴയത് എനിക്ക് കൊണ്ടുവന്നതാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെ വിളിക്കാൻ വന്നവർക്ക് കൊടുത്തത് പൊറോട്ടയൊക്കെ ഇന്നലത്തതായിരുന്നു, കറി രാത്രി വെച്ചിരുന്നത് വളിച്ചതായിരുന്നു എന്നൊക്കെ അന്ന് തന്നെ പെണ്ണ് പറയും. എന്താ പറയാൻ കാരണം? ഞാൻ കാശ് തന്ന് വിട്ടതല്ലേ, പിന്നെ എന്തിനാ നല്ലത് കൊടുക്കാത്തതെന്നായി ചോദിക്കുന്നത്. സാരി മേടിക്കാൻ കാശ് ഞാൻ നേരത്തെ ഏൽപ്പിച്ചതല്ലേ, നല്ലത് വാങ്ങിച്ചോണ്ട് വന്നുകൂടായിരുന്നോ? എന്റെ ആൾക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടി കാശ് നേരത്തെ വന്ന് ഇവിടുന്ന് മേടിച്ചോണ്ട് പോയതല്ലേ, പിന്നെ വന്നപ്പോ ഇച്ചിരി നല്ലത് കൊടുത്തുകൂടായിരുന്നോ? അപ്പൊ അന്നേ പിണക്കുക, ആദ്യത്തെ ദിവസം തന്നെ പിണക്കുക. അല്ലാഹു തആല എന്തിനാ വിവാഹം വെച്ചേക്കുന്നത്? സ്നേഹവും ബന്ധവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകാം. ഇത് മുഴുവനും ആദ്യമേ തകരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദീനും സ്വഭാവവും തൃപ്തിയായ ഒരു വിവാഹാലോചന നിങ്ങൾക്ക് വന്നാൽ അതിനപ്പുറത്തേക്ക് പിന്നെ നോക്കല്ലേ, കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായ നാശം, വലിയ കുഴപ്പം ലോകത്തുണ്ടാകും. ഇതാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫതവ്വജൂ ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അലീം. പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ നോക്കണം, ആ കുടുംബത്തിൽ പരസ്പരം അവരുടെ വിവാഹത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, കൊച്ചത്താ വലിയത്താമാര്, മാമാമാര്, മാമിമാര്, ഇവരൊക്കെ വിവാഹത്തിൽ കഴിഞ്ഞുകൂടുന്നവർ എങ്ങനെയാ വിവാഹം കഴിച്ചിരിക്കുന്നത്? അവർ പിണക്കത്തിലാണോ, സന്തോഷത്തിലാണോ? കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ തന്നെ പറയും, പെണ്ണെ ആലോചിക്കുമ്പോൾ പെണ്ണെ കെട്ടിച്ചാൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ അന്വേഷിക്കരുത് കേട്ടോ, കുടുംബത്തിൽ ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ പിണക്കമുണ്ട്, അതുകൊണ്ട് കുടുംബത്തിൽ അന്വേഷിക്കരുത്, അന്വേഷിച്ച് അവർ വല്ലതുമൊക്കെ പറയും, അതൊന്നും നിങ്ങൾ വിശ്വസിച്ചേക്കരുത് എന്ന് പറയും. അവസാനം കല്യാണത്തിന് വരുമ്പോൾ പെണ്ണിന്റെ മാമ എവിടെ, നിക്കാഹിന് വിളിക്കുമ്പോൾ പെണ്ണിന്റെ മാമ എവിടെയെന്ന് ഖത്തീബ് ചോദിച്ചാൽ മാമ വന്നില്ല, വേറെന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് വന്നില്ല, അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ തിരിച്ചു പോകുമ്പോൾ മാമയെ കാണും, മാമ വന്നിട്ടുണ്ടാവില്ല കല്യാണത്തിന്, തമ്മിൽ പിണക്കമാണ്. ചിലവ് മാമി വന്നു, മാമ ഇല്ല, ചോദിക്കുമ്പോ വന്നില്ല, ഞാൻ ഇങ്ങോട്ട് വന്നു കല്യാണത്തിന്, പിന്നെ അയാൾ വന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ നോക്കും, എന്റെ ആങ്ങളുടെ മകളുടെ കല്യാണമല്ലേ അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറയും. മാമ വരൂല്ല, അവര് തമ്മിൽ പിണക്കമാണ്. ഇങ്ങനെ പിണക്കമുള്ള വീട്ടിലാണെങ്കിലും പോയി പെണ്ണ് കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബത്തിൽ പരസ്പരം സ്നേഹത്തിൽ കഴിയുന്നവരാണോ എന്ന് നോക്കിയിട്ട് കെട്ടണം. തസവ്വജുൽ വലൂദൽ വദൂദ് ഫഇന്നി മുകാതിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. പരസ്പരം സ്നേഹം കാണിക്കുന്ന, ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്ന പെണ്ണുങ്ങളെയേ കെട്ടാവുള്ളൂ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെയേ കെട്ടാവുള്ളൂ. കൂടുതൽ പ്രസവിക്കുവോ ഭർത്താവിനോട് സ്നേഹം കാണിക്കുമോ എന്ന് എങ്ങനെ നോക്കും? കല്യാണം ആലോചിച്ച് 2 മാസം പോയി താമസിച്ച് നോക്കും. ആദ്യം നിക്കാഹിന് മുമ്പ് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന്. അത് പറ്റൂല. ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഗുജറാത്തിന്റെ ചില ഭാഗങ്ങൾ, ചില മേഖലകളിൽ, ഭുജ് പോലത്തെ സ്ഥലങ്ങളിലുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ നടക്കുന്നു ആചാരം. കല്യാണം ആലോചിച്ചു കഴിഞ്ഞാൽ
ഈ കല്യാണം ആലോചിച്ച പെണ്ണിനെയും കൊണ്ട് ഈ ചെറുക്കനും ചെറുക്കന്റെ പെങ്ങളും അമ്മായും എല്ലാം കൂടെ ആയിട്ട് വെളിയിൽ എവിടെയെങ്കിലും പോയി ലോഡ്ജ് എടുത്ത് 3-4 ദിവസം താമസിച്ചു നോക്കും. ഈ പെണ്ണ് അതിന്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് ഭർത്താവിനെ നോക്കുന്നത്, ഭർത്താവിനോട് സ്നേഹമൊക്കെ കാണിച്ച് നന്നായിട്ട് നോക്കുമെന്നൊക്കെ അറിയാം. വേറെ ബന്ധമൊന്നുമില്ല, അത് അവർ തീരുമാനിക്കുന്ന അള്ളാഹു വരെ നമുക്കറിയാൻ പാടില്ല. നിയമപ്രകാരം അങ്ങനെയില്ല. പക്ഷേ ഈ ഭർത്താവിന്റെ ഈ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ അമ്മായും പെങ്ങളും ഇതുപോലത്തെ ആളുകളും ഒക്കെ കൂടി ഈ പെണ്ണിനെയും കൊണ്ടുപോയി താമസിപ്പിക്കും വേറെ വേറെ. എന്നിട്ട് ഭർത്താവിന് ഹിദ്മത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ നോക്കും. നല്ല സ്നേഹത്തിലൊക്കെ ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് ഇടപെടുവോ, സന്തോഷത്തിലൊക്കെയാണ് കഴിയുന്നത്, എന്നാലേ ഉള്ളൂ പിന്നെ വിവാഹം നടക്കും. ഇങ്ങനെയുണ്ട് ചില മേഖല. അവിടെയാ ഭൂകമ്പം ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ നിയമത്തിന് ലംഘനം കാണിക്കുന്ന സ്ഥലത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂകമ്പം ഉണ്ടായി എല്ലാം തകർന്നു പോയില്ലേ ഗുജറാത്തിന്റെ ഭാഗത്ത്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. സൂക്ഷിച്ചോടി. അള്ളാഹുവിന്റെ പിടി എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഓരോ. അപ്പൊ അത് നേരത്തെ അറിയാൻ ഒക്കൂല. അപ്പൊ പിന്നെ എവിടെ അന്വേഷിക്കും? ഈ പെണ്ണിന്റെ കൊച്ചത്ത വലിയത്തമാരോ മാമാമാരൊക്കെ അവര് വിവാഹത്തിൽ എങ്ങനെയാ കഴിയുന്നത് എന്നും വീട്ടിൽ അടിയും പഴക്കും ബഹളവും ഒക്കെയാണോ അത് നോക്കണം. എന്നിട്ട് സന്തോഷത്തിൽ സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളിൽ നിന്ന് പെണ്ണുകൾ. അപ്പൊ ആ പെണ്ണും അതേപോലെ സ്നേഹത്തിൽ ജീവിക്കും. അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ മക്കളുള്ള വീടാണോ എന്ന് നോക്കണം. ഇപ്പൊ എല്ലാവരും മക്കളില്ലാത്ത വീടാണ് നോക്കുന്നത്. പ്രസവിക്കാത്ത പെണ്ണുങ്ങളെ കിട്ടിയ അൽഹംദുലില്ലാ. കാരണം മക്കൾക്ക് വേണ്ടി പിന്നെ ഒന്നും ഉണ്ടാക്കി വെക്കണ്ടല്ലോ. പെൺകൊച്ചിനെങ്ങാനും പ്രസവിച്ചാൽ പിന്നെ അന്ന് മുതൽ തലവേദന, പഠിച്ചവനെ ഇതിനെ വളർത്തിയിനി എന്ന് കെട്ടിച്ചുവിടും. ഇതിന് 18-20 വയസ്സാകുമ്പം നാട്ടില് ഇപ്പൊ 10 ലക്ഷമാണ് ഏറ്റവും കുറഞ്ഞത്. അന്ന് എത്ര ലക്ഷം ആകും പഠിച്ചവനെ ഇങ്ങനെ ആലോചിക്കുക. ഇപ്പോഴേ പേടിയാ. അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബത്തിൽ സ്നേഹമുള്ള പെണ്ണുങ്ങളെ നോക്കിക്കട്ടെ. ഇതൊക്കെയാണ് വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന മാർഗങ്ങൾ. ഇതൊക്കെയാണ് നിക്കാഹിന്റെ ഖുതുബയിലും പറയുന്നത്. നിക്കാഹിന്റെ സമയത്ത് പ്രസംഗിക്കാൻ പറയും മുസ്ലിയാരെടുത്ത്. പ്രസംഗിച്ച് ആരെങ്കിലും കേൾക്കുമോ? പുതിയാപ്പിളയും കേൾക്കൂല, പെണ്ണിന്റെ അക്കായും കേൾക്കൂല, എല്ലാം തീരുമാനിച്ച് വെച്ചേക്കുന്ന വന്ന് കൂടിയ ആൾക്കാരും കേൾക്കൂല. അവിടെ പിന്നെ എന്തിനാ പ്രസംഗിക്കണേ? അവിടെ പ്രസംഗിക്കണ്ട. നിക്കാഹ് അതുകൊണ്ടാണ് പറയുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ട്. നിക്കാഹ് പള്ളിയിലേക്കാണ്. ബാക്കിയെല്ലാം എവിടെയോ നടക്കും. നിക്കാഹ് പള്ളിയിൽ നടക്കും. അതുകൊണ്ട് മതിയാക്കും. നിക്കാഹ് പള്ളിയിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വേറെ എവിടെയും വെക്കാൻ പറഞ്ഞില്ല. നിക്കാഹിനെ കുറിച്ച് പറഞ്ഞു, നിക്കാഹ് പള്ളിയിലാണ്. വേറെ തലവേല വിധങ്ങൾ പറഞ്ഞില്ല നിക്കാഹ് നടത്താൻ. പള്ളിയിൽ വെച്ച് നിക്കാഹ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ വലയത്തിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ബർക്കത്തിന് വേണ്ടി അവിടെ വെച്ച് ദുആ ചെയ്യും. ഹാളിൽ വെച്ച് നിക്കാഹ് നടക്കും. അവിടെ കുറെ പേരിടുന്ന ദുആ ചെയ്യും. ആരെങ്കിലും ഒക്കെ നടക്കുന്നത് എന്താ? മുഴുവൻ ഹറാം. പെണ്ണും ചെറുക്കനും സ്റ്റേജില് കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. കസേരയിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി പ്രദർശിപ്പിച്ച് ഇവിടെ നിന്ന് മുസ്ലിയാർ ദുആ ചെയ്യുന്ന പഠിച്ചവനെ, ഈ നിക്കാഹിൽ ബർക്കത്ത് ചെയ്യണേ പഠിച്ചവനെ, ഇവർ രണ്ടുപേരെയും നല്ല നിലയിൽ ജീവിപ്പിക്കണേ പഠിച്ചവനെ, ഇവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ പഠിച്ചവരെ എന്ന് ദ്വാരക്കും. ഇവരെ കാര്യമല്ല, ഇവർ രണ്ടുപേരും ഹറാമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ വെളിവായി ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് എല്ലാവരും. പിന്നെ എന്നിട്ട് അവർക്ക് സാലിഹായ മക്കളെ കിട്ടണമെന്ന് പറഞ്ഞത് പറഞ്ഞാൽ ദുആ ചെയ്യേണ്ട എങ്ങനെയാ? പഠിച്ചവനെ ഇവരെങ്കിലും നന്നാക്കി ഇവിടുന്ന് ചാടിച്ചു വിടണേ പഠിച്ചവനെ, എല്ലാവരുടെയും കണ്ണ് പൊട്ടിപ്പോണേ അല്ലാഹ് ഇവരെ കാണാതിരിക്കാൻ വേണ്ടി ഇവരുടെ കണ്ണും പൊട്ടണേ പഠിച്ചവനെ എന്ന് ദുആ ചെയ്താ ചിലപ്പോൾ അല്ലാഹ് സ്വീകരിച്ചിരിക്കും. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ദുആ ആയതുകൊണ്ട്. ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാ ദുആ ചെയ്യുന്നത്. അല്ലാതെ പോയിരുന്ന് അവിടെ ബർക്കത്ത് ചോദിച്ചാൽ അള്ളാഹിനെ കളിയാക്കണത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം എല്ലാം ചെയ്തിട്ട് അള്ളാഹുവിനോട് ഇപ്പുറത്ത് മാറിയിരുന്നേച്ച് ആ ചെയ്യണതെല്ലാം നീ സംഭവിച്ചേക്കണ പഠിച്ചവനെ എന്നിട്ട് വീണ്ടും ബർക്കത്ത് ചെയ്ത് കൊടുക്കണം. അള്ളാഹിനെ കളിയാക്കുന്നത്. ദുആ ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല. ആ ദുആ അള്ളാഹിനെ കളിയാക്കലേ ആവുള്ളൂ. ആര് ദുആ ഏത് കുത്തുകുല്ലത്താവെന്ന് ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. അവിടെ ആരെ കൊണ്ടുപോകും? മൊയ്തീൻ അങ്ങനെ വിളിച്ചുകൊണ്ട് ആരംഭിച്ചോളി, പ്രയോജനമൊന്നുമില്ല. അള്ളാഹുവിന് എതിരായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിൽക്കാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, യാത്രയിൽ അള്ളാഹുവിനെതിരായി ധിക്കരിച്ച ആളുകളെ അള്ളാഹു ശിക്ഷ നടത്തിയ സ്ഥലത്തൂടെ കടന്നുപോയപ്പോ നബി തങ്ങൾ തലയിൽ തോർത്തിട്ട് മുഖവും കണ്ണും മൂടിയിട്ട് വേഗം നടന്നു. സഹാബാക്കളോട് പറഞ്ഞു, വേഗം പൊക്കോളീൻ, നിങ്ങൾ ഈ നാട്ടിൽ കയറുമ്പോ കരഞ്ഞോണ്ടേ കയറാവുള്ളൂ. കരച്ചില് വന്നില്ലെങ്കിൽ കരയും പോലെ കാണിച്ച് അള്ളാഹെ പേടിച്ച് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകാവുള്ളൂ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടന്നുപോയി. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ നബിതങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി കൂടി. എന്നിട്ട് പോരാന്നിട്ട് അള്ളാഹിനടുത്ത് ദുആ ചെയ്യും. ഇതൊക്കെ അങ്ങ് സമ്മതിച്ചേരെ. എന്നിട്ട് അവർക്ക് പിന്നെയും ബർക്കത്ത് ചെയ്തു. അള്ളാഹ് വേറെ ഒരു പണിയുമില്ല. ഇങ്ങനെ കത്തീവ് പറയണല്ല കേൾക്കാതിരിക്കുക. അള്ളാഹ് ആര് വന്ന് ദുആ ചെയ്താലും ഒരു ഫലവും. അതുകൊണ്ട് നിക്കാഹ് പള്ളിയിൽ എല്ലാ ചെറുപ്പക്കാരും തീരുമാനിക്കും, എല്ലാ കാരണവന്മാരും തീരുമാനിക്കും. ആ മക്കളുടെ പെൺമക്കളുടെ സ്വന്തം നിക്കാഹ്, പെങ്ങന്മാരുടെ നിക്കാഹ് പള്ളിയിലേ നടക്കുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പള്ളിയിൽ നിക്കാഹ് ചെയ്യാൻ, പള്ളിയിൽ നിക്കാഹ് ചെയ്യാൻ. അതാണ് അന്ത്. ആലിനു ഹാദൻ നിക്കാഹ് വജഅലുഹു ഫിൽ മസാജിദ്. എല്ലാവരും പള്ളിയിൽ വെക്കോ?
നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇനി കെട്ടുമ്പോ പള്ളിയിൽ വെക്കാമെന്ന്. ആദ്യത്തെ എല്ലാവരെയും കാണുക കേട്ടി ഇനിയിപ്പോ ആരും അറിയാതെ കെട്ടണമല്ലോ, അത് ആരും അറിയാതെ പള്ളിയിൽ വെച്ച് തന്നെ അങ്ങ് ചെയ്തേക്കാം രഹസ്യമായിട്ടെന്ന്. ഇങ്ങനെയല്ലല്ലോ അല്ലേ? അല്ലാഹു തആല മനസ്സിലാക്കി.